വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള സിലബസ് ക്ലാസ് 9ലെ ഫിസിക്സിന്റെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യാനാണ്. വേരിയസ് സിറ്റുവേഷൻ അസോസിയേറ്റഡ് വിത്ത് മോഷൻ ആർ ഡെപിക്റ്റഡ് ഇൻ ദ എബോവ് പിക്ചർ. ചലനവുമായി ബന്ധപ്പെട്ട് പല സിറ്റുവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ഓരോ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദ ചൈൽഡ് ക്യാച്ചിങ് ദ ക്രിക്കറ്റ് ബോൾ. ഇത് നോക്കിക്കേ, കുട്ടി ഒരു ക്രിക്കറ്റ് ബോൾ കാച്ച് ചെയ്യുന്ന ഒരു ഫിഗർ കണ്ടോ നിങ്ങള്? While catching the ball, ഈ കുട്ടി എന്ത് ചെയ്യാ? ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് why did the child move his hand backward along with the ball? ആ കുട്ടി എന്തുകൊണ്ടാണ് ബോളിനോടൊപ്പം സ്വന്തം കൈയുടെ ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുന്നത്? നമുക്കറിയാം അല്ലേ, നമ്മൾ സ്റ്റേൺ ആയിട്ട് ബോൾ പിടിക്കുകയാണെങ്കിൽ ആ വരുന്ന ഫോഴ്സിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നല്ല ഫോഴ്സിൽ വരുന്ന പന്ത് ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് നല്ല പെയിൻ എടുക്കും. നമ്മൾ ബോൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ കൈയും കൂടെ ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റോപ്പിംഗ് ഫോഴ്സ് കുറച്ചേ അനുഭവപ്പെടുത്തുള്ളൂ, നമുക്ക് പെയിൻ കുറച്ചേ അനുഭവപ്പെടുത്തുള്ളൂ. കാരണം ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്തെടുക്കണം? ഒരു ഫോഴ്സ് നമ്മൾ എടുക്കണം. ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഫോഴ്സ് കാരണം നമ്മുടെ കൈക്ക് എന്ത് വരും? പെയിൻ തോന്നും. പക്ഷേ നമ്മൾ ആ ബോൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ കൈയും കൂടെ ബാക്കിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെയിൻ അത്രയ്ക്ക് അനുഭവപ്പെടുത്തില്ല. ടു റെഡ്യൂസ് ദ സ്റ്റോപ്പിംഗ് ഫോഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ഹിസ് ഹാൻഡ് ഫ്രം ഹാം. ആ കുട്ടി എന്തുകൊണ്ടാണ് കൈ ബാക്കിലേക്ക് വലിക്കുന്നത്? സ്റ്റോപ്പിംഗ് ഫോഴ്സ് കുറയ്ക്കാനും ആ കുട്ടിയുടെ കൈയെ പരിക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുമാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കൈ ബാക്കിലേക്ക് വലിക്കുന്നത്. ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ടു ടീംസ് ഇസ് ഷോൺ ഇൻ ദ ഫിഗർ 3.1. ഈ ഫിഗർ 3.1 ഉണ്ടല്ലോ, ഇവിടെ എന്താണ്? വടം വലി മത്സരമാണ് നടക്കുന്നത്. ടീം എ ഇതായിരിക്കോട്ടെ, ടീം ബി ഇതായിക്കോട്ടെ. ഈ ആദ്യത്തെ ടീം എടുക്കുന്ന ഫോഴ്സ് ആണ് F1 ഫോഴ്സ്, രണ്ടാമത്തെ ടീമിന്റെ ഫോഴ്സ് ആണ് F2 ഫോഴ്സ്. The rope moves only in one direction even though both the teams are applying force. Why? നമ്മളും വടവലി മത്സരമൊക്കെ കണ്ടിട്ടുണ്ട്. ആ മത്സരത്തില് ആരാണോ, ഏത് ടീമാണോ കൂടുതൽ ഫോഴ്സ് എടുക്കുന്നത് ആ ടീമിന്റെ സൈഡിലോട്ടായിരിക്കും റോപ്പ് പോകുന്നത്, അവരായിരിക്കും വിൻ ചെയ്യുന്നത്. അതായത് വിൻ ചെയ്യുന്ന ടീം ആയിരിക്കും കൂടുതൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ രണ്ട് ടീമും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ റോപ്പ് മൂവ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് മാത്രമാണ് റോപ്പ് മൂവ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള റീസൺ എന്താ? ഇൻ കേസ് ഇവർ രണ്ടുപേരും എടുക്കുന്ന ഫോഴ്സ് സെയിം ആയിരുന്നുവെങ്കിൽ റോപ്പ് എവിടെ തന്നെ വന്നേനെ? ആ റോപ്പിന്റെ ആ ചുമന്ന റിബൺ കണ്ടോ? ചുമന്ന റിബൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് റോപ്പ് മൂവ് ചെയ്തിട്ടുള്ളത്. ഒരു ടഗ് ഓഫ് വാർ തുടങ്ങുന്ന സമയത്ത് റിബൺ ഈ ഒരു പോയിന്റിലാണ്, കണ്ടോ? ഇതാണ്, ഈ ഒരു പോയിന്റ് ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മുടെ റിബൺ ഇവിടെ വന്നായിരിക്കും ഇരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പോയിന്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? കയറ് വലിക്കുന്നുണ്ട്. ആ സമയത്ത് ഏത് ടീമാണോ കൂടുതൽ ഫോഴ്സ് എടുക്കുന്നത് ആ ടീമിന്റെ സൈഡിലേക്ക് ഈ നമ്മുടെ റിബൺ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പൊ ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലോട്ട് മാത്രം മൂവ് ചെയ്യാനുള്ള റീസൺ എന്താണ്? കാരണം ഇവര് രണ്ടുപേരും എടുക്കുന്ന ഫോഴ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട്. ഒരാൾ കൂടുതൽ ഫോഴ്സും ഒരാൾ കുറച്ച് ഫോഴ്സും എടുത്താണ് കയറ് വലിക്കുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെ കാട്ടിൽ കൂടുതൽ ഫോഴ്സ് ഇവരാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് റോപ്പ് അങ്ങോട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. The rope moves only in one direction even though both the teams are applied force. Why? രണ്ട് ടീമും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ റോപ്പ് ഒരു ടീമിന്റെ സൈഡിലോട്ട് മാത്രമാണ് മൂവ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ? ബിക്കോസ് the force applied by both the team are not the same. കാരണം ഇവർ രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം അല്ലാത്തത് കൊണ്ടാണ് ഒരു ടീമിന്റെ സൈഡിലേക്ക് ഇത് മൂവ് ചെയ്തത്. രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം ആയിരുന്നെങ്കിൽ ഈ റിബൺ ഇവിടെ നിന്ന് അനങ്ങത്തില്ല, ഇവിടെ തന്നെ റിബണ് നിന്നേനമായിരുന്നു. ഈസ് ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ബോത്ത് ദ ടീംസ് സെയിം? രണ്ട് ടീമും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണോ? അല്ല, നോ. വിച്ച് ടീം അപ്ലൈഡ് മോർ ഫോഴ്സ്? ഇതിലേത് ടീമാണ് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തത്? F1 ഫോഴ്സ് ആണ് ഇവിടെ കൂടുതൽ. Wasn't it the excess force that causes the motion? ഇവർ അപ്ലൈ ചെയ്തതിന്റെ കാട്ടിലും എന്തോ ഒരു ഫോഴ്സ് കൂടുതൽ ഇവർ അപ്ലൈ ചെയ്തത് കാരണമല്ലേ ഇങ്ങോട്ട് മൂവ് ചെയ്തത്? അതെ, യെസ്. ആ എക്സസ് ഫോഴ്സ്, എക്സ്ട്രാ ഫോഴ്സ് കാരണമാണ് ഇവിടെ എന്തുണ്ടായത്? മൂവ്മെന്റ് ഉണ്ടായത്, മോഷൻ ഉണ്ടായത്, ഇങ്ങോട്ട് കയറി മൂവ് ചെയ്തത്. Here F1 is acting in the direction of the winning team and F2 in the opposite direction. ഇവിടെ F1 വിന്നിംഗ് ടീമിന്റെ ഡിറക്ഷനിലും F2 എന്ന് പറയുന്ന ഫോഴ്സ് ഓപ്പോസിറ്റ് ടീമിന്റെ ഡിറക്ഷനിലുമാണ് ഉള്ളത്. If so, the effective force is in the direction of the winning team. എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വിന്നിംഗ് ടീമിന്റെ ഡിറക്ഷനിലേക്കാണ് ഉള്ളത്. Force in a particular direction is considered as positive. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ
ദ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഈസ് നെഗറ്റീവ്. അതിന്റെ ഓപ്പോസിറ്റ് ദിശയിലുള്ള ഫോഴ്സിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? നെഗറ്റീവ്. ദിസ് ഈസ് ബിക്കോസ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും വേണം, ഡയറക്ഷനും വേണം. അപ്പൊ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഇവർക്ക് പോസിറ്റീവ് കൊടുക്കാന്ന് വിചാരിച്ചോ. ഈസ്റ്റിലോട്ടുള്ള ഈ F2 ഞാൻ പോസിറ്റീവ് കൊടുത്താൽ F1 എന്തായിരിക്കണം? നെഗറ്റീവ്. F2 ഫോഴ്സിന് ഞാൻ പോസിറ്റീവ് കൊടുത്താൽ F1 നെഗറ്റീവ് കൊടുക്കണം. അതുപോലെ F1 ഞാൻ പോസിറ്റീവ് ആണ് കൊടുക്കുന്നതെങ്കിൽ F2 എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. When more than one force is applied on an object at the same time, the sum of the forces acting on the object will be the effective force or resultant force. If more than one force is acting on an object at the same time, ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ the sum of the forces acting on the object will be the effective force or resultant force. ആ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന മൊത്തം ഫോഴ്സിന്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എഫക്റ്റീവ് ഫോഴ്സ് എന്നോ റിസൾട്ടന്റ് ഫോഴ്സ് എന്നോ വിളിക്കുന്നത്. അതായത് മേലത്തെ ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒരു കയറാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ കയറിലേക്ക് ആരൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഇവരും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവരും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഏത് ദിശയിലാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഇവർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവരെടുക്കുന്ന ഫോഴ്സിന്റെ സമ്മ പ്ലസ് ഇവരെടുക്കുന്ന ഫോഴ്സിന്റെ സമ്മ എന്ന് പറയുന്നതാണ് ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. What will be the resultant force if 100 Newton force is applied on an object in the east direction and 150 Newton force in the west direction? Resultant force എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? 100 Newton ഫോഴ്സ് ഞാൻ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യാണ്. ഏത് ഡിറക്ഷനിൽ? ഈസ്റ്റ് ഡിറക്ഷനിലേക്ക് 100 ന്യൂട്ടണും വെസ്റ്റ് ഡിറക്ഷനിലേക്ക് 150 ന്യൂട്ടണുമാണ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ ഒരു പ്രോബ്ലം ഇങ്ങനെ കിട്ടിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മൈൻഡിൽ വേണ്ടത് എന്താണ്? ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ ഞാൻ ഈസ്റ്റിന് പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ വെസ്റ്റിന് എന്ത് കൊടുക്കണം? നെഗറ്റീവ് കൊടുക്കണം എന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് ഫോഴ്സ്. റിസൾട്ടന്റ് ഫോഴ്സ് എന്താ നമ്മൾ പഠിച്ചു. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്ന മൊത്തം ഫോഴ്സിന്റെയും കൂടെ സമ്മ്. 100 Newton ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് ഇൻ ഈസ്റ്റ് ഡിറക്ഷൻ. 100 Newton ഫോഴ്സ് ഏത് ഡിറക്ഷനിൽ അപ്ലൈ ചെയ്തേക്കുന്ന? ഈസ്റ്റ് ഡിറക്ഷൻ. സോ ഞാൻ ഈസ്റ്റ് ഡിറക്ഷനിൽ എന്ത് കൊടുക്കാൻ പോവാ? പോസിറ്റീവ് സൈൻ കൊടുക്കാൻ പോവാ. അപ്പം പോസിറ്റീവ് 100 അതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യണം? ആൻഡ് 150 Newton ഫോഴ്സ് ഇൻ ദ വെസ്റ്റ് ഡിറക്ഷൻ. വെസ്റ്റ് ഡിറക്ഷനിലേക്ക് എത്ര ന്യൂട്ടണാ? 150 ന്യൂട്ടൺ. അപ്പൊ ഞാൻ വെസ്റ്റിന് എന്ത് കൊടുക്കാൻ പോവാ? നെഗറ്റീവ് കൊടുക്കാൻ പോവാ. ഈസ്റ്റിന് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ വെസ്റ്റിന് എന്ത് കൊടുക്കണം? നെഗറ്റീവ്. അപ്പൊ ഇവര് തമ്മിലുള്ള സമ്മ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ടന്റ് ഫോഴ്സ്. അതായത് സമ്മ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ? പ്ലസ് 100ഉം അതിൻ്റെ കൂടെ -150 ആണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. അത് സൈൻ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കണം. സൈൻ ശ്രദ്ധിച്ചോണം. പ്ലസ് 100ന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ആരെയാണ്? -150നെയാണ്. -150. ഇനി ബേസിക് മാത്സ് നിങ്ങൾക്ക് അറിയാം എങ്ങനെ ചെയ്യുന്നതെന്ന്. രണ്ടിന്റെ സൈൻ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നത്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കണം. 150 -100 ചെയ്തു. അപ്പൊ നമുക്ക് 50 കിട്ടി. ഇനി വലിയ ഡിജിറ്റിന്റെ എന്ത് കൊടുക്കണം? സൈൻ ഇട്ട് കൊടുക്കണം. 50 എഴുതി. വലിയ ഡിജിറ്റിന്റെ സൈൻ എന്ന് പറയുമ്പോൾ 150യുടെ സൈൻ എത്ര? നെഗറ്റീവ്. അപ്പൊ ആൻസർ എന്താ കിട്ടുന്നത്? നെഗറ്റീവ് -50 കിട്ടും. ആൻസർ -50. അപ്പൊ ഈ ആൻസർ ശ്രദ്ധിച്ചോ നിങ്ങള്? ആൻസറിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. 50 ടോട്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത് 50 ആണ്. 50 ന്യൂട്ടൺ ആണ് നമുക്ക് അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ 50 ന്യൂട്ടൺ മാത്രമല്ല നമുക്ക് ഈ ആൻസറിൽ നിന്ന് ലഭിക്കുന്നത്. പിന്നെ എന്തുവാ? അതിന്റെ ഡിറക്ഷനൂടെ നമുക്ക് ലഭിക്കും. ഏത് ഡിറക്ഷനിലേക്കാണ് വസ്തു മൂവ് ചെയ്യുന്നത് എന്നുള്ളതെന്ന് നമുക്ക് ലഭിക്കും. ഏത് ഡിറക്ഷൻ? ദാണ്ട് കിടക്കുന്ന സൈൻ നോക്കുമ്പോൾ മൈനസ്. നമ്മൾ മൈനസ് ആർക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ വെസ്റ്റ് ഡിറക്ഷനിലാണ് മൈനസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ആ ഒബ്ജക്റ്റിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 50 ന്യൂട്ടൺ വെസ്റ്റിലോട്ടാണ്. ഈ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡിറക്ഷനെയാണ്, വെസ്റ്റേൺ ഡിറക്ഷനെയാണ്. ഓക്കെ, ഹിയർ ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇസ് ഇക്വൽ ടു 100 ന്യൂട്ടൺ പ്ലസ് -150 ദാറ്റ് ഇസ് ഇക്വൽ ടു -50 ന്യൂട്ടൺ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Isn't the force applied in the east direction positive? നമ്മൾ എടുത്തപ്പം ഈസ്റ്റ് ഡിറക്ഷൻ നമ്മൾ പോസിറ്റീവ് അല്ലേ കൊടുത്തത്, പക്ഷെ കിട്ടിയ ഉത്തരത്തിന് എന്തുവാ? നെഗറ്റീവ്. അതിന്റെ അർത്ഥം എന്താ? റിസൾട്ടന്റ് ഫോഴ്സ് ആ വെസ്റ്റ് ഡിറക്ഷനിലേക്കാണ് ഉള്ളത് എന്നാണ്. Now you might have understood that the resultant force is 50 Newton towards the west. അടുത്ത
അടുത്ത കംപ്ലീറ്റ് ദ ടേബിൾ 3.1 ബൈ അനലൈസിംഗ് ദ ഫോളോയിങ് ഫിഗർ. ഈ താഴെ തന്നിട്ടുള്ള ഫിഗേഴ്സ് അനലൈസ് ചെയ്തിട്ട് ടേബിൾ 3.1 കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ രണ്ടുപേരും വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് അവര് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 150 ന്യൂട്ടൺ ആണ്. ഇപ്പുറത്തെ ഫോഴ്സ് ഒന്നും ഇല്ല. ഇവിടെ സെയിം ഫോഴ്സ് ആണ്. ഇവിടെയും 150 ന്യൂട്ടൺ, ഈസ്റ്റിലോട്ടും 150 ന്യൂട്ടൺ, വെസ്റ്റിലോട്ടും 150 ന്യൂട്ടൺ. അതുകൊണ്ട് തന്നെ ടേബിളിന് യാതൊരുവിധ മൂവ്മെന്റ് സംഭവിക്കത്തില്ല. രണ്ട് ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ ടേബിളിന് ഒരു മൂവ്മെന്റ് സംഭവിക്കാതെ അവിടെ നിൽക്കും. ഇവിടെ 150 ന്യൂട്ടൺ ഈസ്റ്റിലോട്ടും 120 ന്യൂട്ടൺ വെസ്റ്റിലോട്ടും. ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആരുടെ ഫോഴ്സാ കൂടുതൽ, ഇവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് കൂടുതൽ. സോ ടേബിൾ എങ്ങോട്ടേ മൂവ് ചെയ്യത്തുള്ളൂ, ഇങ്ങോട്ടേ മൂവ് ചെയ്യത്തുള്ളൂ. ഇവിടെ നോക്കിക്കേ, 300 ന്യൂട്ടൺ മുന്നോട്ട്, അതായത് വെസ്റ്റിലോട്ട്. ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്ര മാത്രമേ ഉള്ളൂ, 300 ന്യൂട്ടൺ, അതായത് ആ ഒബ്ജക്റ്റ് ഈ ഡിറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ്. സോ ആ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് തന്നെ മൂവ് ചെയ്യുള്ളൂ. ഇവിടെ നോക്ക്, ഈക്വൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈ ബോഡിക്ക് യാതൊരു മൂവ്മെന്റ് സംഭവിക്കുന്നില്ല. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ നോക്കണം. ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈസ്റ്റേൺ ഫോഴ്സിന് ഈസ്റ്റേൺ ഡിറക്ഷനിലേക്കുള്ള ഫോഴ്സിന് പോസിറ്റീവ് ആണ് കൊടുക്കുന്നത്, വെസ്റ്റേൺ ഡിറക്ഷനിലേക്കുള്ള ഫോഴ്സിന് നെഗറ്റീവ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഓരോ ടേബിളും നോക്കുക, ഇത് ഈസ്റ്റിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ ഇത് എത്ര വരും, +150 ഇവിടെ വരും. വെസ്റ്റിലോട്ട് ഫോഴ്സ് ഉണ്ടോ, ഇല്ല. ഇവിടെ ഈസ്റ്റിലും വെസ്റ്റിലും 150 ന്യൂട്ടൺ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ഈസ്റ്റിലേക്കുള്ളത് 150, വെസ്റ്റിലേക്കുള്ള ഫോഴ്സ് -150. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 0. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈസ്റ്റിലോട്ട് 150 ന്യൂട്ടൺ, വെസ്റ്റിലോട്ട് 120 ന്യൂട്ടൺ ആണ്. അപ്പൊ ഈസ്റ്റില് പോസിറ്റീവ് 150, F2 വെസ്റ്റിലോട്ടുള്ള ഫോഴ്സ് -120. രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 30. 150 പ്ലസ് -120 ചെയ്യുമ്പോൾ 150 -120 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 30. ഇനി അടുത്ത ഇത്, ഈസ്റ്റിലോട്ടുള്ള എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ ഇവിടെ, ഇല്ല. ഈസ്റ്റിലേക്ക് ഇവിടെ ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല, അപ്പൊ 0 വരും. വെസ്റ്റിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് 300 ന്യൂട്ടൺ, അപ്പൊ -300. 0 - 300, റിസൾട്ടന്റ് ഫോഴ്സ് എത്ര, -300. ഇനി ഇവിടെ ഈസ്റ്റിലോട്ട് എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഇല്ല. വെസ്റ്റിലോട്ട് ഫോഴ്സ് ഉണ്ടോ, ഉണ്ട്. വെസ്റ്റിലോട്ട് എത്ര ന്യൂട്ടൺ ആണ്, 200 ന്യൂട്ടൺ ആണ്. ഇപ്പൊ വെസ്റ്റേൺ ഡിറക്ഷൻ ഞാൻ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നതുകൊണ്ട് ഈ 200 ന്യൂട്ടൺ എന്ത് കൊടുക്കണം, നെഗറ്റീവ് സൈൻ കൊടുത്തു. അപ്പൊ 0 - 200 -200. ഇവിടെ രണ്ടുപേരും 200 ന്യൂട്ടൺ വെച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ഈസ്റ്റിലോട്ടും 200 ന്യൂട്ടൺ, വെസ്റ്റിലോട്ടും 200 ന്യൂട്ടൺ. സോ F1 ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് 200, F2 ഫോഴ്സ് എന്ന് പറയുന്നത് -200, റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ +200 -200 0. In which of these situations is the resultant force 0? നോക്കിക്കേ, റിസൾട്ടന്റ് ഫോഴ്സ് 0 വന്ന സിറ്റുവേഷൻ ഏതൊക്കെയാണ്, സെക്കൻഡ് ഫിഗറിലും 6th ഫിഗറിലും, ഫിഗർ 2 and 6, അവിടെ രണ്ട് ഫിഗറിലുമാണ് നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് 0 കിട്ടിയത്. ഇനി ഈ രണ്ട് ഫിഗറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഫിഗർ 2 നോക്കിക്കേ, 2ഉം 6ഉം. ഇവിടുത്തെ പ്രത്യേകത എന്തുവാന്ന് നോക്കിക്കേ, ഇവിടെ എന്താണ്, ഇവര് രണ്ടുപേരും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താ, രണ്ടു കൂട്ടരും ഒരേ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. 150 ന്യൂട്ടൺ ഇവിടുന്ന് ഇവർ അപ്ലൈ ചെയ്യുമ്പോൾ 150 ന്യൂട്ടൺ സെയിം ഫോഴ്സ് തന്നെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നിന്ന് ഇവരെ അപ്ലൈ ചെയ്യുന്നു. ഇതും അതുപോലെ ഇവര് 200 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് ഇവരും എന്ത് ചെയ്യുന്നുണ്ട്, 200 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, സെയിം ഫോഴ്സ് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്താണ്, 0. സെയിം ഫോഴ്സ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ത് വരും, 0. ഫിഗർ 2 and 6, when the force is equal. ഇവർ രണ്ടുപേരും അപ്ലൈ ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്താണ്, ഈക്വൽ ആണ്. അതുപോലെ തന്നെ ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് അവർ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക, റിസൾട്ടന്റ് ഫോഴ്സ് 0 വരാനുള്ള കണ്ടീഷൻ എന്താണ്, ആ ഫോഴ്സ് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ, ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കും. Which are the situations where the resultant force is not 0? Resultant force 0 അല്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. 0 അല്ലാത്ത സിറ്റുവേഷൻസ് 1ല് 3ല് 4ല് 5ല്. 1ല് 3ല് 4ല് 5ല് റിസൾട്ടന്റ് ഫോഴ്സ് എന്തല്ല, 0 അല്ല. അടുത്ത, which are the situations
there is no motion. ചലനം ഇല്ലാത്ത ഏതൊക്കെ സിറ്റുവേഷൻസ് ആണുള്ളത്? ഫിഗർ 2 ചലനം ഒന്നുമില്ല, അതുപോലെ ഫിഗർ 6 എന്തില്ല? ചലനം ഇല്ല. അപ്പൊ മോഷൻ ഇല്ലാത്ത രണ്ട് സിറ്റുവേഷൻസ് ആണ് ഫിഗർ 2, ഫിഗർ 6. കാരണം ഫിഗർ 2 6 ഈക്വൽ ഫോഴ്സസ് ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. The force acting on a body are said to be balanced forces if the resultant force is 0. വളരെ ഇമ്പോർട്ടന്റ്. അതായത് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. Such forces can neither move an object at rest nor change the direction of speed of an object in motion. Such forces can neither move an object at rest. Balanced ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ നോർ ചേഞ്ച് ദി ഡിറക്ഷൻ ഓർ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ മോഷൻ. മോഷനിലിരിക്കുന്ന, ചലനത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡിറക്ഷനോ സ്പീഡോ മാറ്റാനായിട്ട് പറ്റില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അടുത്തത്, the force acting on a body are said to be unbalanced forces. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ എപ്പോഴാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്? if the resultant force is not 0. റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലാത്തപ്പോഴാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്ത ഫോഴ്സിനെ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. Such forces can either move an object at rest. അൺബാലൻസ്ഡ് ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ or change the direction or speed of an object in motion. ചലനത്തിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്പീഡും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെക്കുക. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ബാലൻസ്ഡ് ആണെന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതുപോലെ ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ, റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, സ്പീഡും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അൺബാലൻസ്ഡ് ആണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് 0 ആവാൻ പാടില്ല. അതേപോലെ തന്നെ അൺബാലൻസ്ഡ് ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഓൾറെഡി മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഡയറക്ഷനും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. നേരത്തെ in the tug of war shown in the figure 3.1 is the resultant force experienced under rope balanced or unbalanced? tug of war നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ അതില് റിസൾട്ടന്റ് ഫോഴ്സ് ബാലൻസ്ഡ് ആയിരുന്നോ അൺബാലൻസ്ഡ് ആയിരുന്നോ? അതിൽ ഒരു ടീം മാത്രമാണ് വിൻ ചെയ്തത്. അപ്പൊ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആയിരിക്കും. ബാലൻസ്ഡ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ആ റോപ്പിന് യാതൊരു മൂവ്മെന്റും ഉണ്ടാവുന്നതുണ്ട്. റോപ്പ് ഇവിടെ തന്നെ ഇരുന്നേനെയാണ്, ആ റെഡ് റിബൺ ഇവിടെ തന്നെ വന്ന് നിന്നേനെയായിരുന്നു ബാലൻസ്ഡ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ. ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ടാണ് റോപ്പ് ഇങ്ങോട്ട് എന്ത് ചെയ്തത്? മൂവ് ചെയ്തത്. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് ഏത് ഡിറക്ഷനിലോട്ടാണ്? ഈ ഡിറക്ഷനിലോട്ടാണ്. ഇവിടെ ഏത് ഫോഴ്സ് ആണ്? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് ആ റോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. Do all forces cause motion? എല്ലാ ഫോഴ്സസും ചലനം ഉണ്ടാക്കുന്നുണ്ടോ? ലെറ്റ്സ് ഡു ആൻ ആക്ടിവിറ്റി. ഇത് കണ്ടുപിടിക്കാനായി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. ഫിക്സ് എ പുള്ളി ഈച്ച് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് എ വുഡൻ പ്ലാങ്ക് ഓഫ് ലെങ്ത് അബൌട്ട് 1.2 മീറ്റർ ആൻഡ് ബ്രെഡ് 10 സെന്റിമീറ്റർ. ഒരു വുഡൻ പ്ലാങ്ക് എടുക്കുക, അതിന്റെ രണ്ട് അറ്റത്തും പുള്ളീസ് ഫിക്സ് ചെയ്യുക. വുഡൻ പ്ലാങ്കിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 1.2 മീറ്റർ ആയിരിക്കണം. Place a toy car in the middle of the plank as shown in the figure 3.3. ഒരു ടോയ് കാർ ഈ വുഡൻ പ്ലാങ്കിന്റെ നടുക്ക് വെക്കുക. ഈ ഫിഗർ 3.3 കാണുന്നത് പോലെ നടുക്ക് വെക്കണം. Hang planks of equal mass on strings attached to the two ends of the toy car. അപ്പം ഈ ടോയ് കാറിന്റെ രണ്ട് എൻഡിലും, ഈ എൻഡിലും സ്ട്രിങ് ഉപയോഗിച്ചുകൊണ്ട് ഈക്വൽ വെയിറ്റ് ഉള്ള പാൻസ് അറ്റാച്ച് ചെയ്ത് വെക്കുക. അതായത് പാന് ഒരു സ്ട്രിങ്ങിൽ കെട്ടി തൂക്കിയിട്ട് അത് നമ്മുടെ ഈ കാറിന്റെ രണ്ട് എൻഡിലും ഇങ്ങനെ കെട്ടി തൂക്കി ഇടുക. വെയിറ്റ് ഉള്ള പാൻസ് ആയിരിക്കണം തൂക്കിയിടേണ്ടത്. പ്ലേസ് 200 gram വെയിറ്റ് ഈച്ച് ഇൻ ബോത്ത് ദ പാൻസ്. രണ്ട് പാനിലും ഒരേ വെയിറ്റ് ഇടുക. 200 gram വെയിറ്റ് രണ്ട് പാനിലും നമ്മൾ എന്ത് ചെയ്യുക? ഇടുക. ഡസ് ദ ടോയ് കാർ മൂവ്?
ടോയ് കാർ മൂവ് ചെയ്യോ? രണ്ട് പാനലും സെയിം വെയിറ്റ് ആണ്. ടോയ് കാർ ഇപ്പൊ മൂവ് ചെയ്യോ? ഇല്ല. ടോയ് കാർ ഡസ് നോട്ട് മൂവ്. ആർ ദീസ് ഫോഴ്സസ് ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? രണ്ടിടത്തും ഈക്വൽ വെയിറ്റ് ആയതുകൊണ്ട് ആ ഫോഴ്സസ് എന്തായിരിക്കും? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ആഡ് 50 gram more to any one of the pan. What do you observe? ഈ രണ്ട് പാനിലും ഏതെങ്കിലും ഒരു പാനിലേക്ക് നമ്മൾ 50 gram കൂടുതൽ ആഡ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഈ പാനിലോട്ടാണ് 50 gram കൂടുതൽ ആഡ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ കാർ എന്ത് ചെയ്യും? സ്ലോലി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. The toy car will move towards the pan. ഈ പാനിലേക്ക് ടോയ് കാർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ പാനിന്റെ ഡയറക്ഷനിലേക്ക് ടോയ് കാർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. Are the force balanced or unbalanced in this case? ഈ കേസിൽ ഫോഴ്സ് എന്താണ്? ബാലൻസ്ഡ് അല്ല, അൺബാലൻസ്ഡ് ആണ്. കാരണം ഇവിടെ 200 ഗ്രാമേ ഉള്ളൂ. ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? 200 plus 50, 250 grams ഇവിടെയുണ്ട്. When the toy car is moving, if 50 gram more is added to the pan in the direction in which the car is moving. അപ്പൊ കാർ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്? ഈ ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇവിടെ നമ്മൾ എക്സ്ട്രാ 50 gram ഇട്ടു. അതിന്റെ കൂട്ടത്തിൽ ഒരു 50 gram കൂടെ നമ്മൾ ഇടുകയാണ്. അതായത് 200 gram plus 50 plus 50. അപ്പൊ ഇതിൽ എത്രയായി? 300 grams മൊത്തത്തിൽ ഈ പാനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. What change can be observed in the motion of the car? ആദ്യം 50 ഇട്ടപ്പം ഈ കാറ് ഇങ്ങോട്ടേ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. വീണ്ടും 50 ഇട്ടപ്പം മൂവ്മെന്റിന്റെ എന്ത് കൂടും? സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The speed of car increases. രണ്ടാമത് 50 gram ഇതേ സെയിം പാനിൽ തന്നെ ഇടുമ്പോൾ സ്പീഡ് കൂടുതലായിട്ട്, മൂവ്മെന്റിന്റെ സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. When the car is moving, a mass of 200 gram more is added to the pan attached to the string in opposite direction of the motion of the car. What is the change observed? ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാർ ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിലേക്കാണ് കാർ മൂവ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഞാൻ 200 gram എക്സ്ട്രാ ആഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്ത് ചേഞ്ച് ആണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഒബ്സർവ്? എന്ത് ചേഞ്ച് ആണ്, എന്ത് വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ്. നോക്കിക്കേ, ഇവിടെ ഓൾറെഡി 200 gram ആദ്യം ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മൾ 2 തവണ 50 gram വെച്ച് ആഡ് ചെയ്തു. അപ്പൊ 200 plus 50 plus 50, ഇവിടെ ടോട്ടൽ 300 grams ആണ് ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി 200 നമ്മൾ ആദ്യം ആഡ് ചെയ്തു. പിന്നെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ്ട്രാ 200 കൂടി ഇടുവാണെന്ന്. അപ്പൊ 200 plus 200 എത്ര? 400 gram ആയി ഈ ഒരു പാനിലേക്ക്. അപ്പം ഏത് പാനിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് അനുഭവപ്പെടുന്നത്? ഈ ഒരു പാനിലാണ് വെയിറ്റ് കൂടുതൽ. അപ്പൊ കാറ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന കാറ് അതിന്റെ മൂവ്മെന്റ് തിരിച്ച് ഈ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. കാർ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവിടെ നമ്മൾ 200 gram എക്സ്ട്രാ ഇട്ടു. അപ്പൊ ആ കാർ എന്ത് ചെയ്യും? തിരിച്ച് ഈ ഡയറക്ഷനിലോട്ട് വരും. കാരണം ഇവിടുത്തെ ടോട്ടൽ വെയിറ്റ് 300 gram ആണ്. ഇവിടുത്തെ ടോട്ടൽ വെയിറ്റ് 400 gram ആയി. അപ്പൊ കാർ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The car moves towards the pan having 200 gram in opposite direction of motion. അത് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്തോണ്ടിരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. Are the forces balanced or unbalanced in this above situation? മോളി പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിൽ ഉറപ്പായിട്ട് എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അപ്ലൈ. What do you understand from these activities? ഈ ആക്ടിവിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? Unbalanced force can change the state of motion and can change the speed of motion. നമുക്ക് ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. അൺബാലൻസ്ഡ് ഫോഴ്സിന് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനും അതുപോലെ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ എന്ത് പറ്റും? മോഷന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുമെന്ന് പഠിച്ചു. Does the body move in the direction of the resultant force? ബോഡി റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്? Yes, it moves in the direction of the resultant force. When does the speed of the car increases? എപ്പോഴാണ് കാറിന്റെ സ്പീഡ് കൂടിയത്? When the magnitude of the resultant force increases. റിസൾട്ടന്റ് ഫോഴ്സിന്റെ അളവ് കൂടിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? കാറിന്റെ സ്പീഡ് കൂടിയത്. Was the force that moved the car applied from inside the car or from outside? കാറിനെ മൂവ് ചെയ്യാനായിട്ട് സഹായിച്ച ഫോഴ്സ് നമ്മുടെ കാറിന് ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് അപ്ലൈ ചെയ്തത്, അതോ കാറിന്റെ പുറത്ത് നിന്നാണോ അപ്ലൈ ചെയ്തത്? എവിടുന്നാ? കാറിന്റെ പുറത്തല്ലേ തൂക്കിയിട്ടേക്കുന്നത്. അപ്പൊ ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലി ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. The force is applied from outside. ഫോഴ്സ് ഔട്ട്സൈഡിൽ പുറത്തു നിന്നാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. In which situation does the direction of motion change? മോഷന്റെ ഡിറക്ഷൻ ഏത് സാഹചര്യത്തിലാണ് ചേഞ്ച് ആയത്?
when more force is applied from another direction. മൂവ്മെന്റ് നടന്ന ഡിറക്ഷന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് നമ്മൾ മോർ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ഡിറക്ഷൻ ചേഞ്ച് ആയത്. അപ്പൊ മോർ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് മോഷൻ. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അപ്പോഴാണ് മോഷന്റെ ഡിറക്ഷൻ ചേഞ്ച് ആയത്. In all these cases, the force was given externally. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഫോഴ്സ് എക്സ്റ്റേണലി ആണ്, പുറത്തുനിന്നാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. Hence, all of them are external forces. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ്. And external force can be balanced or unbalanced. ഇപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി എക്സ്റ്റേണൽ ഫോഴ്സ് എന്താവാം? ബാലൻസ്ഡ് ആവാം, അൺബാലൻസ്ഡ് ആവാം. ഇവിടെ രണ്ടും 200 ഇട്ട് കൊടുത്തപ്പോൾ അത് ബാലൻസ്ഡ് ഫോഴ്സ് ആയിരുന്നു, അതുകൊണ്ട് കാർ മൂവ് ചെയ്തില്ല. എക്സ്ട്രാ 50 ഇവിടെ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ അതെന്തായി? അൺബാലൻസ്ഡ് ഫോഴ്സ് ആയി. ഇനി an unbalanced external force acting on an object, ഒരു ഒബ്ജക്റ്റിൽ പുറത്തു നിന്നൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ അതിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? അത് എയ്തർ ചേഞ്ച് ഓർ ടെൻ ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മാറി അത് മോഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ, മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിലേക്ക് കൊണ്ടുവരാം. ഡിറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷന് ചേഞ്ച് ചെയ്യാം, ഓർ സ്പീഡ്, അതിന്റെ സ്പീഡിന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ബോഡിയുടെ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥയെ മാറ്റാം, മോഷനിലിരിക്കുന്ന അവസ്ഥയെ മാറ്റാം, അതുപോലെ അതിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ മാറ്റാം, അതുപോലെ അതിന്റെ സ്പീഡും മാറ്റാനായിട്ട് സാധിക്കും. This change will be in the direction of the unbalanced force. Unbalanced ഫോഴ്സിന്റെ ഡിറക്ഷനിലോട്ടാണ് ഈ ചേഞ്ചസ് സംഭവിക്കുന്നത്. Observe the figure. Can a vehicle move if pushed from inside? നമ്മൾ ഒരു കാറിന്റെ ഒരു വണ്ടിയുടെ അകത്തിരുന്നതിന് ശേഷം നമ്മൾ ആ ഒരു വണ്ടി ഉന്താനായിട്ട് ശ്രമിച്ചാൽ അത് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. നോ. Isn't it an internal force? ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഇവിടെ മൂവ്മെന്റ് സാധിക്കില്ല. Yes. All internal forces are balanced. എല്ലാ ഇന്റേണൽ ഫോഴ്സസും എന്താ? ബാലൻസ്ഡ് ആണ്. അത് പഠിച്ചു വെക്കണം. എല്ലാ ഇന്റേണൽ ഫോഴ്സസും എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അതിനൊരു എക്സാമ്പിൾ, നമ്മൾ കസേരയുടെ മുകളിൽ ഇരുന്നിട്ട് കസേര പൊക്കാൻ നോക്കിയാൽ അത് പൊങ്ങില്ല. കാരണം എന്താണ്? അത് ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്തത്. ഇന്റേണൽ ഫോഴ്സസ് എല്ലാം ബാലൻസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. All internal forces are balanced forces. Hence, the state of rest or motion of a body does not change on applying an internal force. ഇത് അതേപോലെ പഠിച്ചു വെക്കണം. എല്ലാ ഇന്റേണൽ ഫോഴ്സസും എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ റെസ്റ്റിലുള്ള അവസ്ഥേനെയോ മോഷനിലുള്ള അവസ്ഥേനെയോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഇന്റേണൽ ഫോഴ്സസിന് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. Complete the flow chart and redraw it in your science diary. ഈ ഫ്ലോ ചാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫോഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, ഇന്റേണൽ ഫോഴ്സ് ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ. കണ്ട, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇനി അടുത്ത ഇന്റേണൽ ഫോഴ്സ്. ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ അകത്തിരുന്നുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇന്റേണൽ ഫോഴ്സ്. ഓക്കെ. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ്. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട്. ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് എന്തിന് ഉള്ള കഴിവില്ല? ഡു നോട്ട് ചേഞ്ച്, ഡസ് നോട്ട് ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിലിരിക്കുന്ന അവസ്ഥേനെയോ മോഷനിലിരിക്കുന്ന അവസ്ഥേനെയോ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് ബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് സാധിക്കില്ല. ഇനി അടുത്ത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ത് ചെയ്യും? ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിന്റെ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥേനെയോ മോഷനിലിരിക്കുന്ന അവസ്ഥേനെയോ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കഴിവ് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന് ഉണ്ട്. നമ്മൾ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഇന്റേണൽ ഫോഴ്സ് എന്ന് കേട്ടാൽ തന്നെ അതെന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഇന്റേണൽ ഫോഴ്സസ് ആർ ബാലൻസ്ഡ് ഫോഴ്സസ് ആൻഡ് അതിന് എന്തിനുള്ള കഴിവില്ല? ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. ഒരു ഒബ്ജക്റ്റിന്റെ റെസ്റ്റിലിരിക്കുന്ന അവസ്ഥേനെയോ മോഷനിലിരിക്കുന്ന അവസ്ഥേനെയോ ചേഞ്ച് ചെയ്യാൻ അതിന് സാധിക്കുകയില്ല. അപ്പൊ ബാക്കി പോർഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ബൈ ബൈ.